ഈ കാണുന്ന സാധനം ഉട്ടോപ്യ എന്ന് നല്ല മലയാളവൽക്കരിച്ച് പറയുമ്പോൾ കിട്ടുന്ന സുഖം യൂട്ടോപ്യ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല. This is our day 9 from the Know Your Word series. 1516 സർ തോമസ് മോർ ലാറ്റിൻ ഭാഷയിൽ എഴുതി പബ്ലിഷ് ചെയ്ത ഒരു ഫിക്ഷണൽ വർക്കിന്റെ ടൈറ്റിലാണ് യൂട്ടോപ്യ എന്ന് പറയുന്നത്. അദ്ദേഹം യൂട്ടോപ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇമാജിനറി ലാൻഡ് ആണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അവിടെ എല്ലാവരും സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കും. അതേപോലെ തന്നെ അവിടെ ക്രൈംസ് ഒന്നും ഉണ്ടാകില്ല, ഡിസ്ക്രിമിനേഷൻസോ ഡിസ്പാരിറ്റീസോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരേപോലെ ജീവിക്കുന്ന ഒരു ലാൻഡാണ്. ആ ലാൻഡിന് അദ്ദേഹം കൊടുത്ത പേര് തന്നെയാണ് യൂട്ടോപ്യ എന്നുള്ളത്. യൂട്ടോപ്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാറ്റിൻ വേർഡിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ വരുന്നത് നോ പ്ലേസ് എന്നാണ്. എവിടെയും ഇല്ലാത്തൊരിടം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. യൂട്ടോപ്യ എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ തന്നെയാണ് അല്ലെ. എന്നാൽ ഇതിനൊരു ഓപ്പോസിറ്റ് വേർഡ് ഉണ്ട്. ഒരു ഇമാജിനറി ലാൻഡ് ആണ്, അവിടെ എല്ലാ തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളും ഫുൾ ഓഫ് പ്രോബ്ലംസ്, അങ്ങനെയുള്ള ഒരു ഇമാജിനറി ലാൻഡിന് പറയുന്ന യൂട്ടോപ്യയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു വേർഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും.